സുന്ദരിയാക്കട്ടെ. ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന് കരുതിയിരുന്നതാ. ചേച്ചി പറഞ്ഞപ്പോ പിന്നെ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. നടക്കേണ്ട സമയത്ത് ചിലത് നടക്കുന്നത് നിന്റെ ജീവിതത്തിന് നല്ലതാ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കേണ്ട കാര്യമില്ലായിരുന്നു. എനിക്കും അതുവരെ കാത്തിരിക്കാൻ പറ്റുമായിരുന്നല്ലോ. ചേച്ചി, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചി? നിനക്ക് ചിലപ്പോ ഇതൊന്നും ആവശ്യമില്ലായിരിക്കും, പക്ഷേ ഇതൊക്കെ ആവശ്യമാ. അമ്മയ്ക്ക് നൽകിയ വാക്ക് തെറ്റിച്ച് ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ട. എന്റെ ആവനിയുടെ കൂടെ സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കുമെന്നും ഈ കാര്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ള ഭയം. എനിക്കൊരു സമാധാനവും ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്റെ ദേവി എന്റെ കൂടെ തുണയ്ക്കുണ്ടാവണേ. നിന്നെ ഇപ്പൊ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഇന്ന് എന്തുകൊണ്ട് നല്ല ദിവസം മോളെ. നിന്റെ അളിയനും ഇവിടെ ഇല്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇത്ര ധൈര്യത്തോടെ വിളിച്ച് ഇത്രയൊക്കെ ചെയ്തു തരാനും പറ്റില്ലായിരുന്നു. ശരി, വാ വാ. എന്താ ഏട്ടാ, നല്ല സന്തോഷത്തിലാണല്ലോ. ഒന്നുമില്ല ചേട്ടാ, നല്ലൊരു ഡീൽ കിട്ടിയപ്പോ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ കാര്യം തീരാൻ 5 ദിവസമെങ്കിലും എടുക്കുമെന്ന് കരുതി. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴ. അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇങ്ങ് തിരിച്ചു പോന്നു. ചേട്ടാ, ഞാനിപ്പോ വീട്ടിലെത്തിയാലുണ്ടല്ലോ, എന്റെ ഭാര്യയെ കൊണ്ടൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിച്ചിട്ട് ഒരു ക്വാർട്ടർ അടിച്ച് കിടന്നുറങ്ങും. സൂപ്പർ ആയിരിക്കും. നല്ല ആൽക്കഹോളിക് വെതറല്ലേ. വേഗം പോട്ടെ ചേട്ടാ. നിർത്താതെ സംസാരിക്കുന്ന എന്റെ ഈ ടൂറിസ്റ്റ് ഗൈഡ് ഇങ്ങനെ നാണിച്ചോണ്ടേ തല കുമ്പിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ചന്തമുണ്ട്. ഈ പെൺകുട്ടികൾക്കേ നാണം വരുമ്പോ കാണാൻ നല്ല ഭംഗിയത്രേ. പാല് കുടിച്ചോളൂ. ആദ്യം എന്റെ ഭാര്യ ഒന്നിരിക്കും. പാല് കുടിച്ചോളൂ. എന്റെ മുഖത്തോട് നോക്കി പറഞ്ഞാലേ ഞാനിത് വാങ്ങുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കിതൊന്നും വേണ്ട. പാല് കുടിച്ചോളൂ. നിനക്ക് കുടിപ്പിച്ചെന്നൂടെ?
കണ്ണു നടച്ചേ. എന്തിനാ? പറയാം, അടയ്ക്ക്. ഈ നേരത്തെ ഇതാരാ? ഒരു മിനിറ്റ്. ആരേട്ടാ? അമ്മയാ. ഈ ടൈമിൽ എന്തിനാ അവൻ വിളിച്ചത്? ഇപ്പൊ കോൾ എടുത്തില്ലല്ലോ. ഞാൻ അപ്പൊ ഏതോ ഒരു ഫ്രണ്ടിന്റെ അടുത്താന്ന് കരുതിയിട്ട് അമ്മ ഇനി വിളിക്കില്ല. അമ്മ തന്നെയാണോ? അതെ. അമ്മയ്ക്കെന്തോ ഹെൽത്ത് വയ്യാന്ന് പറഞ്ഞിരുന്നില്ലേ? ഒരു പക്ഷേ അങ്ങനത്തെ എന്തെങ്കിലും കാര്യമാണെങ്കിലോ? ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ അച്ഛനായിരിക്കില്ലേ വിളിക്കുക? ഈ ശ്രീ എവിടെയാ? ഇവൻ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? ആലോചിച്ച് നിൽക്കാതെ ഫോൺ എടുക്ക്. ഇനി വിളിക്കുവാണെങ്കിൽ അപ്പ എടുത്താ പോരെ? നീ ഇരിക്ക്. എന്തെങ്കിലും എമർജൻസി ഇല്ലാതെ അമ്മ എത്ര തവണ വിളിക്കില്ലേ? എങ്കിലും ഫോൺ എടുക്കേട്ടാ. അമ്മേ, എത്ര പ്രാവശ്യം വിളിച്ചു നിന്നെ? നീ എന്താ ഫോൺ എടുക്കാത്ത? അത് പിന്നെ അത് നീ എവിടെയാടാ ഉള്ളത്? ഞാനമ്മേ, ഞാൻ നീ ഒന്ന് പെട്ടെന്ന് പറ. ഫ്രണ്ടിന്റെ അടുത്താ. വേഗം വീട്ടിലേക്ക് വന്നേ. എന്തു പറ്റി അമ്മേ? നീ പറയുന്നത് കേക്ക്. അമ്മ എന്തിനാ ഇത്ര ടെൻഷനായി സംസാരിക്കുന്നേ? വ്യാകുലപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോ വ്യാകുലത ഉണ്ടാവില്ലേ? എന്താ ഉണ്ടായമ്മേ? നീ ചെന്നൈയിൽ പോയിരുന്നില്ലേ? ആ, ഉണ്ട്. അവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. എന്താ? ചെന്നൈയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണം. ഇവിടെ എല്ലാവരും തന്നെ നിന്നെ കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ വാ. ഒരിക്കൽ കൂടി ഞാൻ നിന്നെ വിളിക്കേണ്ട അവസ്ഥ നീയായിട്ടുണ്ടാക്കരുത്. എന്തു പറ്റിയേട്ടാ? ചെന്നൈയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കാനോട് വേഗം വരാൻ പറഞ്ഞു. അവിടുത്തെ എന്ത് സംഭവങ്ങൾ അറിഞ്ഞു എന്നാ? ഇനി നമ്മുടെ കല്യാണക്കാരി എങ്ങനെ അറിഞ്ഞു കാണൂ? അമ്മ ആകെ ടെൻഷനായിട്ടാ സംസാരിച്ചത്. ഉറപ്പായിട്ടും അത് നമ്മുടെ കല്യാണക്കാരും ആയിരിക്കും. എനിക്ക് എന്തായാലും പോണോ അവനി?
എന്തു പറ്റി? അമ്മ ഫോൺ ചെയ്ത് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ? മോനെ, ഇന്നത്തെ ദിവസം അവനെ ഇങ്ങനെ നിർത്തിയിട്ട് പോകാൻ പാടില്ല. ഈ രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോയാ പോരെ? അമ്മ എല്ലാം അറിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നേ. പ്രോബ്ലം ഇനിയും സീരിയസ് ആവുന്നതിന് മുൻപ് എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. അതുകൊണ്ടല്ല മോനെ. തടയരുത് ചേച്ചി. ഇങ്ങനെ ഒരു ദിവസം വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ സന്തോഷത്തെക്കാൾ പ്രശ്നങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടാതെ നോക്കുന്നതാ നല്ലത്. നിങ്ങൾ ഇറങ്ങിക്കോളൂന്നേ. സോറി അവനി. പറഞ്ഞയച്ചിട്ട് വരാം ചേച്ചി. എന്റെ ആവിനി മോളുടെ ജീവിതത്തില് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ അവളെ കാത്തോളണേ ദൈവമേ. ചേട്ടാ ചേട്ടാ, എന്താ ഏട്ടാ? ഒന്ന് അവിടെ ഒന്ന് വണ്ടി നിർത്തി കേട്ടാ. ചേട്ടാ വണ്ടി ഒന്ന് നിർത്തിയേട്ടാ, ഞാൻ ഇപ്പൊ വരാട്ടോ. ചേട്ടാ 120 ഒരു ക്വാർട്ടർ തന്നെ. 10 രൂപ കൂട്ടിയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ 10 രൂപയൊക്കെ കൂട്ടിയാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യം, കൂട്ടുകാരോട് ചോദിക്ക്. 10 രൂപ എടുക്ക. എന്നാ പിടി പെട്ടെന്താ. എന്നാ പിടിച്ചോ. അവന് വീട് വിട്ട് പോയ ശേഷം കള്ളിനും കാശിനും വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുക. അവനെ കണ്ടെത്തിയ ശേഷം സുരേന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞ് ബാലൻസ് പൈസയും കൂടെ വാങ്ങിയെടുക്കണം. ഞാൻ തുടക്കം തൊട്ടിത് പറയുന്നതാ. ശ്രീകരന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് ഇപ്പൊ കണ്ടില്ലേ എന്തൊക്കെയായെന്ന്. എന്റെ മകളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ. ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിലേക്ക് പോയത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഈ കാര്യം നാട്ടിൽ വല്ലതും അറിഞ്ഞാൽ നമ്മുടെ വീടിന്റെ പേര് എന്താവും? കുറച്ച് സമയം മിണ്ടാതിരിക്കുന്നുണ്ടോ? അവൻ വന്ന എല്ലാ കാര്യങ്ങളും അറിയാലോ. അതുവരെ എല്ലാവരും ഒന്ന് മിണ്ടാതിരുന്നാ കൊള്ളാം. ഒരു സംശയവും വേണ്ട, എന്റെ അവനിയുടെയും കാര്യം ഇവർ അറിഞ്ഞിട്ടുണ്ടാവും. അവനെ പറ്റി എല്ലാം പറയാനുള്ള ഒരു അവസരവും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇനി എന്തായാലും അതിന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്നേ ഇല്ല. സിറ്റുവേഷൻ ഇപ്പം മോശമാണ്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ഓപ്പൺ ആയിട്ട് പറയാം. അമ്മേ, വന്നേടാ. ചെന്നൈയിലുണ്ടായ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്ത് കാര്യവും അമ്മേ? നിനക്കറിയില്ലേ? അമ്മേ, അത് എന്ത്? നീ ഉത്തരം നൽകേണ്ടത് ഞങ്ങൾക്കല്ല, അവർക്ക്. ആരോടച്ച?
പോലീസുകാരോട്. പോലീസുകാരോടോ? അതെ, നിന്നെ തിരിഞ്ഞ് ചെന്നൈയിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ട്. ദാ അവിടെ ഇരിപ്പുണ്ട്. എന്നെ മനസ്സിലായോ? അത് സാർ, അത് ഞാൻ എന്റെ മകൻ വന്നിട്ട് കാര്യം എന്താണെന്ന് പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? ഇനി അത് പറഞ്ഞോളൂ സർ. പറയാൻ ചേച്ചി, ഞാൻ വന്നത് അതിനല്ലേ. നിങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലില് ഒരു മർഡർ നടന്നു. ഒരു 25 വയസ്സുള്ള പെണ്ണ് മരിച്ചുപോയി. ഇനിയിപ്പോ ആ മർഡർ ഞങ്ങളുടെ ശ്രീകറാണ് ചെയ്തതെന്ന് പറയോ സാറേ? ഏയ്, ഇവനായിരുന്നെങ്കിൽ ഇത്ര ഡിസ്കസിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അറസ്റ്റ് പണി തൂക്കിട്ട് പോകും. പാരുങ്ക സാർ, அந்த മർഡർ ആരാണോ ചെയ്തത്, എന്തിനാണോ ചെയ്തത്, ആര് പറഞ്ഞിട്ട് ചെയ്തോ അറിയാൻ വേണ്ടിയിട്ടാ തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ചെയ്യുന്നത്. പുരിയുതാ? அந்த ഹോട്ടലിൽ നീങ്ങളും താമസിച്ചിരുന്നത് കൊണ്ട് വെറുതെ ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നതാ. നിങ്ങൾ അവിടെ ഉള്ളപ്പോ ആരെങ്കിലും സംശയത്തോടെ കണ്ടിരുന്നോ? ചേച്ചേ, നോ സർ.